മനുഷ്യന്റെ കാര്യം. ഒരു പൊട്ട് പൊട്ടിയാൽ അതോടെ തീർന്നിക്കാൻ പൊട്ടതിന് മുമ്പ് നമ്മള് ലൈഫ് എൻജോയ് ചെയ്യേ. പിന്നെ എന്തിനാ നമ്മൾ ജീവിക്കണേ? അനന്തേട്ടാ, അളിയന്റെ കയ്യിൽ നിന്ന് ഇതുപോലെ ഒരുപാട് തത്വങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട്. ഞാൻ ആരുമല്ല വിനോദ്, നീ ഇപ്പൊ കാണാൻ പോകുന്ന ആളില്ലേ, അദ്ദേഹത്തിന്റെ അറിവിന്റെ മുമ്പിൽ ഞാൻ വെറും ഒരു ശിശു. പുൽക്കൊടി, പരിചയപ്പെടാം. പെർഫെക്റ്റ് ഓക്കെ, എൻജോയ് വിത്ത് ഇവരുടെ സാറ്റർഡേ തൊഴിലെ. ഓക്കെ ഈശ്വര, ഞാൻ എന്താ സ്വപ്നം കാണുകയാണോ? പെരുത്ത് കേട്ട് നിങ്ങളുടെ പേര് ഞങ്ങളെല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞു. എന്റെ മുന്തിരി കള്ളേ, നീ ആരാ എന്റെ മരുമകൻ? അത് ഒരളിയ ഇടിക്കല്ലേ, ബഹളം വെക്കല്ലേ? ആരും ബഹളം വെക്കരുത്, ബഹളം വെക്കരുത്. അകത്തെ മാസം ചർച്ചയിലാണ്. ക്യൂ പാലിക്കൂ. ആരും ആക്രാന്തം കാണിക്കരുത്. ക്യൂ പാലിക്കൂ, ക്യൂ പാലിക്കൂ പ്ലീസ്. എന്തെങ്ങനെ ഒരൊറ്റ ഡയലോഗ് കൊണ്ട് നമ്മളെ മലയാളികളെ കുടികൂടെ ചിരിപ്പിച്ചൊരു ഹാസ്യ താരമാണ് നമ്മളെ കൂടെ എന്നുള്ളത്. നൈസൽ. ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാനും കണ്ടിട്ടുണ്ടല്ലോ. പെർഫെക്റ്റ് ഓക്കെ, entities and 2 and 10 and the cone and the back. ഇതൊക്കെ എങ്ങനെ? അങ്ങനെ തങ്കപ്പന് പല കഥകളുണ്ടടാ. എന്റെ മക്കളെ, ഈ മനുഷ്യനെ പറ്റി ഒരുപാട് പറയാനുണ്ട്. ഒറ്റ വാക്കിലൊന്നും പറയാൻ പറ്റില്ല. രാവിലെ ചപ്പാത്തി കടല, ഉച്ചക്ക് ആംപ്ലേറ്റ്, ചോറ്, ഇപ്പേരി, അപ്പേരി ഒക്കെ. ഞായറാഴ്ച മാത്രം ബിരിയാണി. മച്ചാൻ അത് പോരളിയാ. ഇവനൊരു മാറ്റില്ലേട്ടോ. ഞാനൊരു സത്യം പറഞ്ഞ സാറെന്നെ ഇവിടുന്ന് ഗെറ്റൗട്ട് അടിച്ചരുത്. അങ്ങേ പോലെ ഇത്രയും വലിയൊരു മനസ്സുള്ള മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എൻ്റെ ഒരു സ്നേഹിതൻ ഉണ്ടായിരുന്നു. അവനിക്ക് കോവിഡ് ബാധിച്ചിട്ട് ഓനെ കൊണ്ടായപ്പോ അവൻ പേടിച്ച് പിന്നെ പറഞ്ഞതാണ്. അങ്ങനെ അതങ്ങടെ ഒരു വീഡിയോ അങ്ങനെ ചെയ്തതാണ്. വീഡിയോ ചെയ്തിട്ട് അയാൾക്ക് പകരം വേറെ ഗ്രൂപ്പിലേക്ക് വേറെ ഗ്രൂപ്പിലേക്ക് പോയി. ഈ ഭാഗ്യം എന്ന് പറഞ്ഞാൽ സർക്കാർ ബസ് പോലെ വരുമ്പോഴെല്ലാം നിരനിരയായിങ്ങോട്ട് പോകും. ഇപ്പൊ എല്ലാ സ്ഥലത്തും പോയി കഴിഞ്ഞാൽ വലിയ സെൽഫിയൊക്കെ ആണ്. എല്ലാവരും കൂടി ഇങ്ങാണ്ട് നമ്മൾ പെർഫെക്റ്റ് ഒക്കെ ആണെന്ന് പറഞ്ഞാണ്ട് ഏതൊരു ഫംഗ്ഷന്റെ പോയാലും അപ്പൊ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ്. സംഗതി കളിയാക്കിയിട്ടാണെങ്കിലും ആ വിളി കേൾക്കുമ്പോൾ ഒരു സുഖമില്ലാതില്ല. ആളിങ്ങനെ ഒരുമാതിരി ഇരിക്കുന്നെങ്കിലും സ്നേഹത്തിന്റെ പര്യായമാണ്. അതെ, പാരവയ്പും കുറുമ്പും കുതികാലിവെട്ടും കുന്നായ്മയും ഒന്നുമില്ലാത്തൊരു നല്ല മനസ്സ്. പിന്നെ തന്നെ 2-3 സിനിമയിലൊക്കെ നമ്മൾ അഭിനയിച്ചില്ല. അതിലൊന്നും നമ്മൾ കണ്ടില്ല. അഭിനയിച്ചിട്ടുണ്ടോ? ഏതൊക്കെ സിനിമയായിരുന്നു? അത് കൊള്ളാം. ചുരുക്കി പറഞ്ഞ ഒരു ഓൾറൗണ്ടിങ്. അത് പിന്നെ ഫാൻസിനോട് എന്താ പറയാനുള്ളത്? ഫാൻസിനോ പറയാനുള്ളത് എപ്പോഴും കട്ടക്ക് കൂടെ നിന്നോളൂ. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഞാനിവിടെ അനങ്ങൂല. ചെല്ല്, ധൈര്യമായിട്ട് പോ. എന്റെ അച്ഛൻ ചോദിച്ചു മുതലാളിയുടെ ഒരു ഫോട്ടോ എന്തിനാ വീട്ടിൽ തൂക്കാൻ. അയ്യോ, പുറമെ കാണുന്ന പോലെ ഒന്നല്ല, ഉള്ളില് സ്നേഹത്തിന്റെ ഒരു കടല് തന്നെയാ. ഗേൾസ് ഫാൻസ് ആണ് കൂടുതൽ എന്ന് കേൾക്കുന്നത്. എന്താ അതിന്റെ ഒരു കാരണം? അതെന്താ പറയാൻ പറ്റില്ല. അതൊന്നും എന്നോട് പറയാൻ പറ്റൂല. അതൊക്കെ നമ്മള് ട്രേഡ് സീക്രട്ടാ. ഗേൾസ് ഒക്കെ വിളിക്കലുണ്ട് എല്ലാരും. പെർഫെക്റ്റ് ഒക്കെ നിങ്ങള് നല്ലൊരു ജാടല്ലാത്ത മനുഷ്യനാ, ഫോൺ ചെയ്ത് എപ്പോഴും എടുക്കൂ. വലിയ വലിയ മനുഷ്യന്മാരൊക്കെ അങ്ങനെ. എത്ര വലുതായാലും ഞാൻ വന്ന വഴി മറക്കാറില്ല. നിങ്ങളെ മാസ്ക് ഒന്ന് നയിക്കും. നിങ്ങളെ കാണാനായിട്ട് എത്ര നാളെ നമ്മൾ കാണാൻ നോക്കണത്. നിങ്ങൾ എവിടെ സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് അവള് ഫോട്ടോ എടുക്കും. ഏതായാലും തനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ. ഭാഗ്യം. ഇയാളെ ഒരു നോക്ക് കാണണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ മനസ്സ് നിറഞ്ഞു. മാജം ഇത്തിരി കൂടുതലാ. സ്വല്പം അങ്ങനെയുള്ളവരെ എനിക്കും ഇഷ്ടം. പെർഫെക്റ്റ് ഓക്കെ, എൻജോയ് വിത്ത് ഇവരുടെ സാറ്റർഡേ തൊഴിലെ. Okay.